ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് കഴിവുള്ളവരാണെങ്കിൽ നമ്മളൊരിക്കലും അത് വച്ചിട്ട് പുറകോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇങ്ങനൊരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ രീതിയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് കഴിവുണ്ട്, ഒത്തിരി പേര് കഴിവുണ്ടായിട്ട് മുൻപോട്ട് വരാതെ, അല്ലെങ്കിൽ മുൻപോട്ട് വരാനായിട്ട് അറിഞ്ഞൂടാതെ പുറകിലേക്ക് പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണല്ലേ. നമ്മുടെ ഇപ്പോൾ പാട്ടുകാരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്തൊരു കഴിവുള്ളവരാവട്ടെ, നമുക്ക് ദൈവം എല്ലാവർക്കും, എല്ലാ മനുഷ്യനും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. എങ്ങനെ അത് നമ്മൾ കണ്ടെത്തി, നമുക്കുള്ള കഴിവ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനെ പരിപോഷിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നിടത്താണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ പാട്ടുകാരുടെ കാര്യത്തിൽ തന്നെ നമുക്ക് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് അതിനുള്ളൊരു ഒരു വേദിയില്ല, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ളൊരു സാഹചര്യമില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നമ്മളൊരു പാട്ട് പാടി ഒരു വീഡിയോ ചെയ്തു, അത് തന്നെ നമുക്കിപ്പം സോഷ്യൽ മീഡിയ വഴി തന്നെ എന്തോരം നമുക്ക് അവസരങ്ങളാണിപ്പോൾ ഉള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് ആ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് എന്തൊക്കെ അവസരങ്ങളാണുള്ളതല്ലേ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമുക്കൊരു കഴിവുണ്ടായിട്ട് അത് വെച്ചിട്ട് നമ്മൾ നോക്കിയിരുന്ന് കുറേ നാൾ കഴിഞ്ഞ് അയ്യോ എനിക്ക് ഒന്നിലും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നതിനേക്കാളും നമുക്കൊരു കഴിവുള്ളതിനെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ കയറിയില്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി കയറാൻ 100 ആൾക്കാരുണ്ടാവും അല്ലേ. നമ്മൾക്കുള്ള കഴിവിനെ നമ്മൾ പരിപോഷിപ്പിച്ച് കൃത്യസമയത്ത് അത് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പകരമായിട്ട് നിൽക്കാനായിട്ട് നമ്മളെക്കാളും കഴിവില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. നമ്മളെക്കാളും കഴിവില്ലാത്ത ഒരുപാട് പേര് ആ മേഖലയിലേക്ക് കയറി കുതിച്ചുയർന്നു പോയിക്കൊണ്ടിരിക്കും. അത് കണ്ടു നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ മുഖവിലക്കെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് പറയാൻ പോകുന്നത് കുറേ ആപ്പുകളെക്കുറിച്ചാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറേ ആപ്പുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. അപ്പോൾ ഞാൻ തുടക്കകാലം മുതൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ പേരുകളാണ് ഞാനിങ്ങനെ പറയാൻ പോകുന്നത്. അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടിയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, ഒരു കിഡിലം ആപ്പും കൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അധികം ആർക്കും അറിയാത്തൊരു ആപ്പും കൂടിയാണത്. അതും കൂടെ ഞാൻ ഇന്ന് റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അതൊരു ഒന്നൊന്നര ആപ്പാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആപ്പ് എന്ന് പറയുന്നത് ഓഡിയോ റെക്കോർഡർ ആൻഡ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പാണ്. അതൊരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ്. നമുക്ക് സാധാരണ ഒരു എക്കോ ഒക്കെ മാത്രമേ അതിൽ കിട്ടുള്ളൂ. വലിയ എഫക്റ്റും കാര്യങ്ങളൊന്നും അതിൽ നമുക്ക് കിട്ടത്തില്ല. സാധാരണ ഒരു വോയിസ് ക്ലാരിറ്റി അത്രയൊക്കെ അതിൽ വരുള്ളൂ. അതാണ് ഓഡിയോ റെക്കോർഡർ ആൻഡ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഗുണം. പിന്നെ നമുക്കത് സേവ് ചെയ്ത് വീണ്ടും കേൾക്കാം. ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ എല്ലാ ആപ്പുകൾ പോലെ അതിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ആപ്പ്. നിങ്ങൾക്കും അത്രയും ഒരു ക്വാളിറ്റി മതി, അല്ലെങ്കിൽ ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് EZ വോയിസ് എന്ന് പറയുന്ന ആപ്പാണ്. അത് കുറച്ചും കൂടെ എക്കോയും കുറച്ചുകൂടെ നമ്മുടെ വോയിസ് കുറച്ചുകൂടെ ഡെപ്തായിട്ടൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു റെക്കോർഡിംഗ് ഫെസിലിറ്റിയാണ് അതിലുള്ളത്. അപ്പം അതും അടിപൊളിയാണ്. പിന്നെ പറയുന്നത് ഡോൾബി എന്ന് പറയുന്ന റെക്കോർഡിംഗ് ആപ്പിനെ കുറിച്ചാണ്. അത് എല്ലാവർക്കും ഈ EZ വോയിസും ഈ ഡോൾബി ആപ്പൊക്കെ നമുക്ക് സാധാരണ സിംഗേഴ്സിനായിരുന്നാലും വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്കായിരുന്നാലും ഒക്കെ അവർക്കൊക്കെ അത്യാവശ്യം അറിയാവുന്നുള്ള ആപ്പുകൾ തന്നെയാണ്. ഇത് എല്ലാവരും അത്യാവശ്യം ഉപയോഗിക്കുന്ന ആപ്പ് തന്നെയാണ് ഈ ഡോൾബി എന്ന് പറയുന്നതും EZ വോയിസ് എന്ന് പറയുന്ന ആപ്പും ഒക്കെ കേട്ടോ.
അപ്പം അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എല്ലാം നമ്മൾ എന്താണ് പരീക്ഷിച്ച് നോക്കണം. ഞാനീ പറയുന്നതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ലാസ്റ്റ് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. നമ്മുടെ വോയിസ് ഏതിലാണ് ഏറ്റവും നല്ലതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ ഇതുകൊണ്ടൊരു ഗുണമുണ്ടല്ലേ. നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഒരു റിവേർബ് എന്ന് പറയുന്നത്. നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കുന്ന ഒരു റിവേർബ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ടത്. അത് ഏറ്റവും യൂസ്ഫുള്ളാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങളെന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൂടെ മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ റിവേർബ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ളത് ഉണ്ട്. ലൈവായിട്ട് തന്നെ നമുക്ക് പാടാവുന്നതാണ്. പാടി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ലിപ്പ് സിങ്ക് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് ലൈവായിട്ട് തന്നെ പാടാം. അതിൽ ഓരോ റൂംസ് ഉണ്ട്, 1 2 3 4. അതിനനുസരിച്ച് നമ്മുടെ വോയിസിൻ്റെ എക്കോ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അവർ ഓരോ റൂംസ് പറയുന്നത്. അപ്പോൾ 1 2 3 4 അതിൽ നമുക്ക് കേട്ട് നോക്കിയിട്ട് ഇഷ്ടമുള്ള റൂം ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പാടാവുന്നതാണ്. ലൈവായിട്ട് തന്നെ പാടാവുന്നതാണ്. കരോക്കെ ഇടുമ്പോഴും ഇതിലെ ഗുണം എന്ന് പറഞ്ഞാൽ കരോക്കെ ഇട്ട് കഴിഞ്ഞാലും കരോക്കയുടെ വോളിയമും നന്നായിട്ട് കിട്ടും. ചില ആപ്പുകളിലാണെങ്കിൽ കരോക്കെ അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതിൽ അങ്ങനല്ല. ഇതിൽ കരോക്കയും നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും, നമ്മുടെ വോക്കലും നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോൾ മിക്കവാറും ഈ റിവേർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ മാത്രമേ ആപ്പുകളിലേക്ക് പോകാറുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്മ്യൂളാണ്. സ്മ്യൂൾ റെക്കോർഡിങ് കോമൺ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. സ്മ്യൂൾ സിംഗേഴ്സിന് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൽ തന്നെ പാടി നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നമുക്കൊരു സ്റ്റുഡിയോ എഫക്റ്റൊക്കെ അതിൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് നല്ലതാണ്. ഞാനും അതിൽ പാടി നോക്കിയിട്ടുണ്ട്, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നല്ല അടിപൊളി ആപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ആ ആപ്പിൻ്റെ പേര് മറ്റൊന്നുമല്ല, ദി ഗ്രേറ്റ് വോളോക്കോ. വോളോക്കോ എന്ന് പറയുന്നൊരു ആപ്പുണ്ട് കേട്ടോ. നല്ല കിഡിലം ആപ്പാണ്, ഞാനത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് എന്താ പറയുക, സ്റ്റുഡിയോ ക്വാളിറ്റി അതുപോലെ കിട്ടുന്ന ഒരു ആപ്പാണ് ഈ വോളോക്കോ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നമ്മുടെ വോയിസൊക്കെ ഇങ്ങനെ ഭയങ്കര സ്വീറ്റായിട്ട് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും അതിൽ പാടിക്കഴിഞ്ഞാൽ. അതിൻ്റെ എക്കോ ആയിരുന്നാലും അതിൽ വരുന്ന ഓരോ എഫക്റ്റുകളായിരുന്നാലും എക്കോ ആയിരുന്നാലും ഒക്കെ റിവേർബ് ആയിരുന്നാലും ഒക്കെ ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, അതിൽ പാടി നോക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി ആപ്പാണ് ഈ വോളോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ പരീക്ഷിച്ച് നോക്കണം. അതിൽ നമുക്ക് ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പൗസ് ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കരോക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ നിന്നും എടുത്ത് നമുക്ക് പാടി റെക്കോർഡ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും അതിലുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ആപ്പാണ്, നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളാരും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഇറങ്ങുക, നമുക്ക് വേണ്ടി മറ്റൊരാളും നിൽക്കില്ല. നമ്മുടെ അവസരങ്ങൾ മറ്റൊരാൾക്കും പോകാതിരിക്കട്ടെ, നമ്മുടെ അവസരങ്ങൾ നമുക്ക് തന്നെ വരട്ടെ. അതിനു വേണ്ടി നമ്മൾ തന്നെ തയ്യാറായി ഇറങ്ങുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.